ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ വൃത്തങ്ങളുടെ പാഠഭാഗത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൃത്തവുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ എല്ലാവരും ഒന്ന് നോക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ അത് ഒന്നുകൂടെ നോക്കുക. എന്നിട്ട് നമുക്ക് ഈ പാഠഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വൃത്തത്തിൽ മട്ടകോണുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വൃത്തം മട്ടകോണിലൂടെ കടന്നു പോകും, എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിതൊരു വൃത്തം വരച്ചു. വൃത്തത്തിൽ എൻ്റെ വ്യാസം വരച്ചു. വ്യാസം വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? മറ്റൊരു ബിന്ദുവിലേക്ക് ഈ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? വരച്ചു. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു? വരച്ചു. അപ്പം നമുക്കൊരു ത്രികോണം കിട്ടി. ഒരു ത്രികോണം നമുക്ക് കിട്ടി. ഇതാണ് വൃത്തകേന്ദ്രം എന്ന് കരുതുക. ഞാൻ എന്ത് ചെയ്തു? ഈ വൃത്തകേന്ദ്രത്തിലേക്കൊരു വര വരച്ചു. എന്നിട്ട് അതിൻ്റെ പേര് കൊടുത്തു ABC. വൃത്തകേന്ദ്രം O ആക്കിയിട്ട് എടുത്തു. ഓക്കെ, ഇതിനകത്ത് നോക്കുക. ഇവിടെ 3 ത്രികോണങ്ങൾ കിട്ടി. ഏതൊക്കെ ത്രികോണം? ആദ്യത്തെ ത്രികോണം, വലിയ ത്രികോണം നോക്കാം. ത്രികോണം ABC. പിന്നെ ത്രികോണം കിട്ടിയത് ത്രികോണം AOC. പിന്നത്തെ ഒരു ത്രികോണമാണ് ത്രികോണം BOC. ഏതൊക്കെയാണ്? ത്രികോണം ABC, ഈ ത്രികോണം, വലിയ ത്രികോണം. പിന്നെ AOC ഏതാ? ഈ ചെറിയ ത്രികോണം. പിന്നെ BOC ഈ ത്രികോണം. അപ്പോൾ ഈ 3 ത്രികോണങ്ങൾ കിട്ടി. ഈ 3 ത്രികോണങ്ങളിലും ഓരോ പ്രത്യേകതകളുണ്ട്. നോക്കുക. അതിനകത്ത് ചെറിയ ത്രികോണങ്ങളായ BOCയും AOCയും നോക്കുക. അതിനകത്ത് BOCയിൽ OB എന്താണ്? വൃത്തത്തിന്റെ ആരമാണ്. OC എന്താണ്? വൃത്തത്തിന്റെ ആരമാണ്. അപ്പോൾ ഇവ രണ്ടും തുല്യമായിരിക്കില്ലേ? അതേപോലെ ഈ ത്രികോണം നോക്കൂ, AOC. അതിനകത്ത് OA വൃത്തത്തിന്റെ ആരമാണ്, OCയും വൃത്തത്തിന്റെ ആരമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. ആ കാര്യം നമുക്കിവിടെ എഴുതാം. എങ്ങനെ എഴുതാം? OA ഈക്വൽ ടു OC. OA ഈക്വൽ ടു OC എന്താ? തുല്യമാണ്. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ OB ഈക്വൽ ടു OC. OB ഈക്വൽ ടു OC. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമായ എന്താ പറയുക? നമ്മൾ ഈ 2 ത്രികോണങ്ങൾ എന്തായി? സമപാർശ്വ ത്രികോണം. ഏതൊക്കെയാണ് സമപാർശ്വ ത്രികോണങ്ങൾ? ത്രികോണം AOCയും BOCയും എന്തായി? സമപാർശ്വ ത്രികോണങ്ങൾ. ആവാൻ കാരണം എന്താ? സമപാർശ്വ ത്രികോണങ്ങളില് 2 വശങ്ങൾ തുല്യമായിരിക്കും അല്ലെ? 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തിന് പറയും സമപാർശ്വ ത്രികോണം. നോക്കുക, സമപാർശ്വ ത്രികോണത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണ്? സമപാർശ്വ ത്രികോണങ്ങളില് ഇപ്പോൾ ഈ 2 വശങ്ങൾ തുല്യമാണെന്നില്ല. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ, ഈ കോണും ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് സമപാർശ്വ ത്രികോണങ്ങളിൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ത്രികോണം നോക്കാം. ഇതിൽ ഏതൊക്കെയാണ്? AOCയും BOCയും സമപാർശ്വ ത്രികോണങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നോക്കാം ഏതൊക്കെ തുല്യമായ വശങ്ങൾ? OBയും OCയും തുല്യമായ വശങ്ങൾ. അപ്പോൾ അവയ്ക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പോൾ OCക്ക് എതിരെയുള്ള കോണ് ഇതാണ്, അതേപോലെ OBക്ക് എതിരെയുള്ള കോണ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പേര് കൊടുക്കാം X. ഇത് X ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഈ കോണും X ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ത്രികോണം നോക്കുക, AOC എന്ന് പറഞ്ഞ ത്രികോണം. അതിനകത്ത് നോക്കൂ, OCയും OAയും തുല്യമാണ്. അപ്പോൾ OCക്ക് എതിരെയുള്ള കോൺ ഏതാണ്? OCക്ക് എതിരെയുള്ളത് ഇതാണ് OC. അതിനെതിരെയുള്ള കോണ് ഇത്. അതേപോലെ OAക്ക് എതിരെയുള്ള കോൺ ഏതാണ്? OA ഇതാണ്. അതിനെതിരെയുള്ള കോണ് ഇത്. രണ്ടും തുല്യമായിരിക്കും. ഇത് നമുക്ക് വേറെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഡിഗ്രി. ഇത് എത്രയാണ്? Y ഡിഗ്രി എന്ന് എടുക്കുക. ഇതെന്തായിരിക്കും? Y ഡിഗ്രി. അപ്പോൾ ഇത് Y ഡിഗ്രി, X, Y ഡിഗ്രി. അങ്ങനെ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് നോക്കാം വലിയ ത്രികോണം അല്ലേ? അപ്പം നമുക്കിതിൽ ഈ കാര്യം ഒന്നും കൂടെ എഴുതാം, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കോൺ ഏതൊക്കെയാ പേര് കൊടുത്ത? കോൺ OCB.
ഏതാ OCB എന്ന് പറഞ്ഞത് എക്സ് ഡിഗ്രിയാണ്. തുല്യമാണല്ലോ. ഏതിനാ തുല്യം? OCB ഏതിനാ തുല്യം? OCB തുല്യമാണ് ഇതിന് OBCക്ക് തുല്യമാണ്. അപ്പോൾ തുല്യമാണ് OBC. കോൺ OBC സമത്രയാ എക്സ്. ഇതിന് കാരണം എന്താ? ഇത് സമപാർശ്വ ത്രികോണമല്ലേ. കാരണം സമപാർശ്വ ത്രികോണം ഏതൊക്കെയെന്ന് നമുക്ക് എഴുതാം. പിന്നെയോ ഇവിടെ നോക്കുകയാണെങ്കിൽ കോൺ OAC, കോൺ AAC ഏതാ? OAC സമം കോൺ OCA. എന്തായിരിക്കും? Y ഡിഗ്രി. ഇതിനുള്ള കാരണം എന്താ? ഇത് രണ്ട് തുല്യമുള്ള കാരണം നമ്മൾ പറഞ്ഞു. എന്താ രണ്ടും തുല്യമുള്ള കാരണം? നമ്മൾ നോക്കാം. ത്രികോണം AOC അതുപോലെ ത്രികോണം BOC ഇതെന്താണ്? സമപാർശ്വ അല്ലേ? സമപാർശ്വ ത്രികോണമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇവിടെ എഴുതണമെന്നില്ല. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ രണ്ട് കോണുകളും തുല്യമാണ് രണ്ട് ത്രികോണങ്ങളിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. വലിയ ത്രികോണമായ ത്രികോണം ABCയിലെ കോണുകളുടെ തുക നമുക്ക് നോക്കാം. ABCയുടെ കോണുകളുടെ തുക. ABCയുടെ കോണുകളുടെ തുക എങ്ങനെ എഴുതാം നമുക്ക്? കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C എന്ന് എഴുതാം. ഇതിൽ കൂടെ ഇതിനകത്ത് നോക്കുക. കോൺ A എത്രയാ? Y ഡിഗ്രി പ്ലസ് പിന്നെ കോൺ B എത്രയാ? എക്സ് ഡിഗ്രി. ഇനി കോൺ സിയോ? കോൺ C എക്സും വൈയും കൂടി ചേർന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്താം? എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അതായത് എക്സ് പ്ലസ് വൈ ഡിഗ്രി എന്ന് എഴുതാം. എക്സ് പ്ലസ് വൈ ഡിഗ്രി എന്ന് എഴുതി കൂടെ. ഇപ്പം ഇത് നമുക്കിത് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ഇത് മാറ്റി എഴുതുമ്പോൾ ഇവിടെ 2x ഉണ്ട് 2y ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? 2x പ്ലസ് 2y ഡിഗ്രി എന്ന് എഴുതാം. ഇത് കൂടെ ഇത് എത്രയായിരിക്കും? ഇത് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുകയാണ്. ഇത് എത്രയായിരിക്കും? നമുക്കറിയാം. എത്രയാ? 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എന്തായിരിക്കും? 180 ഡിഗ്രി സമം 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2x പ്ലസ് 2y 180. ഇത് രണ്ട് പൊതുവാണ് അല്ലേ? രണ്ടും പൊതുവാണ്. ഇതിൽ രണ്ടുണ്ട്, ഇതിലുണ്ട്. അപ്പൊ പൊതുവായ സംഖ്യകളോ അല്ലെങ്കിൽ ബീജങ്ങളുടെ രൂപങ്ങളോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കരുതാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അത് പുറത്തേക്ക് എടുക്കാറുണ്ട്. ഇപ്പൊ പുറത്തേക്ക് എടുക്കാം. രണ്ടിലുള്ളത് കൊണ്ട് രണ്ടിനെയും പുറത്തേക്ക് എടുത്തു. ഇതിന് 2 പുറത്തേക്ക് എടുത്തപ്പോൾ ബാക്കി എത്രയുണ്ട്? എക്സ് ഉണ്ട്. ഇവിടെ 2 പുറത്തേക്ക് എടുത്തപ്പോൾ എന്തുണ്ട്? വൈ ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 180 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. എക്സ് പ്ലസ് വൈ സമം 180 ഡിഗ്രി എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ എക്സ് പ്ലസ് വൈ എത്രയോ നമുക്ക് കണ്ടെത്താൻ പറ്റും. എങ്ങനെ കണ്ടെത്താൻ പറ്റുക? ഈ രണ്ടിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ. അപ്പോൾ നോക്കാം എത്ര വരിക? എക്സ് പ്ലസ് വൈ സമം 180. ഇവിടെ ഗുണിക്കണം 2 അല്ലേ? ഗുണിക്കാൻ 2 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ വരിക? ഹരിക്കണം 2 ആയിട്ട് മാറി. ഇപ്പോൾ ബൈ 2 ആയിട്ട് മാറി 90 ഡിഗ്രി എന്നായിട്ട് വന്നു. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നോക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. പ്ലസ് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? മൈനസ് ആയിട്ട് മാറും. മൈനസ് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ഗുണിക്കണം എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നായിട്ട് മാറും. ഹരിക്കണം എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറും. അതുപോലെ തന്നെയാണ് എന്ത്? ഏതൊരു സംഖ്യയുടെ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? അത് റൂട്ടായിട്ട് മാറും. അതേപോലെ റൂട്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? സ്ക്വയർ ആയിട്ടും മാറും. അപ്പോൾ നിങ്ങളിത് ആലോചിച്ച് വെക്കാം. ഇപ്പം നമുക്ക് കിട്ടി എന്ത്? എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇപ്പം ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്താണ്? ഒരു വൃത്തമാണ്. വൃത്തത്തിന്റെ വ്യാസമാണത് അല്ലേ? ഇത് രണ്ടും ആരാണ്? അതുകൊണ്ട് വ്യാസമാണ്. അതേപോലെ ഈ വ്യാസത്തിൽ നിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വ്യാസത്തിൽ നിന്ന് രണ്ടറ്റത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബിന്ദുവിലേക്ക് 2 വര വരച്ചു. അപ്പോൾ നമുക്ക് ഈ കോണ കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾ പേരുകൾ കൊടുത്തു. എക്സും വൈ കിട്ടി. ഇവിടെ നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈ എത്രയാണ്? 90. ഈ എക്സും വൈയും ചേർന്നാൽ 90 ഡിഗ്രി. അതായത് ഇവിടെ ത്രികോണം ABCയിൽ കോൺ C സമം എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കുക,
ഇവിടെ നിന്ന് പൊതുവായി നമുക്കൊരു കാര്യം പറയാം. ഏതൊരു വൃത്തം എടുത്താലും അതിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് വരകൾ വരച്ചാൽ കിട്ടുന്ന കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിപ്പോൾ എവിടെയാണെങ്കിൽ പോലും, ഇപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ബിന്ദു എടുത്തു, ഈ ബിന്ദുവിലേക്ക് വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും വരച്ചു. ഇപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ ഒരു ബിന്ദു വരച്ചു, നോക്കാം, വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് ഇവിടേക്ക് വരച്ചു. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 90 ഡിഗ്രി കിട്ടി. ഇത്തരത്തിൽ നമുക്ക് വൃത്തത്തിന്റെ ഏതൊരു ഭാഗത്തേക്കും വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും കോണുകൾ വരച്ചാൽ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലേക്കും ഉണ്ടാക്കുന്ന കോണം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് ഏതായാലും 90 ഡിഗ്രി ആയിരിക്കും. എവിടേക്ക് വരച്ചാൽ പോലും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ മറക്കരുത്, വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് വൃത്തത്തിന്റെ മറ്റൊരു ബിന്ദുവിൽ അവസാനിക്കുന്ന കോണാവണം കേട്ടോ. അതിനിപ്പോൾ ഇവിടെ ആയാൽ പോലും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനിയിപ്പോൾ ഈ കോൺ വൃത്തത്തിന്റെ ഉള്ളിലാണെന്ന് കരുതുക. അതായത് വ്യാസമാണ്, ഞാൻ വരച്ച കോണ് വൃത്തത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയെന്ന് കരുതുക. നമുക്കറിയാം, ഇതിങ്ങനെ നീട്ടി വരച്ചു, ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ഈ കോൺ എക്സ് ആണെന്ന് കരുതുക. ഈ കോണ് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 90 - x ഡിഗ്രി ആയിരിക്കും, ഇല്ലേ? 90 - x ഡിഗ്രി ആയിരിക്കും. പിന്നെയോ ഈ കോൺ എങ്ങനെ വരിക? ഇതുണ്ട്, ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനാണ്, നേർരേഖയാണ്. അതിന് വേറൊരു വര മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിനെന്താ പറയുക? രേഖീയ ജോഡി. ഈ ഭാഗത്തിന് എന്താ പറയുക? രേഖീയ ജോഡി. ഏതാണ് രേഖീയ ജോഡി? ഇത് രേഖീയ ജോഡിയാണ്, അല്ലേ? എന്താ രേഖീയ ജോഡി? രേഖീയ ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഒരു നേർരേഖയെ മറ്റൊരു രേഖ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് രണ്ട് കോണുകൾ കിട്ടും. ഈ ജോഡി കോണുകളെ നമ്മൾ പറയുന്ന പേരാണ് രേഖീയ ജോഡി എന്ന് പറയുന്നത്. ഇവയുടെ തുക എന്തായിരിക്കും? 180 ആയിരിക്കും. കാരണം നേർരേഖയാണ്, നേർരേഖയുടെ കോണ് നമുക്കറിയാം 180 ഡിഗ്രിയാണ്. അതിന് രണ്ട് ഭാഗങ്ങളാക്കിയെന്ന് വെച്ചാൽ രണ്ട് ഭാഗങ്ങളുടെയും തുക എന്തായിരിക്കും? 180 ആയിരിക്കും. ഇത് 90 ആണെങ്കിൽ എന്തായിരിക്കും? ഇത് 180 മൈനസ് ഈ കോണ് 90 - x അല്ലേ? അപ്പോൾ 90 - x ആയിട്ട് മാറും. താഴത്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും, 180 മൈനസ് 90 - x എന്ന്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് തുറക്കാം. ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എന്താ? ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചിഹ്നങ്ങളൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ആവും. നെഗറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവായിട്ട് മാറും. അതായത് പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. ഇവിടെ പ്ലസ് ആണെങ്കിലോ ആ ചിഹ്നങ്ങൾ എന്താണോ അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വരും 180. ഈ 90ന്റെ ചിഹ്നം എന്താ? ഉള്ളിൽ പോസിറ്റീവ് ആണല്ലേ, അത് പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആവും. അത് 90 - 90 ആയിട്ട് മാറും. പിന്നെയോ ഇവിടെ എക്സിന്റെ ചിഹ്നം മൈനസ് ആണ്, അതെന്ത് ചെയ്യും? നേരെ തിരിയും, എന്താവും? പ്ലസ് എക്സ് ആയിട്ട് മാറും. ഇപ്പം എന്തായിട്ട് മാറും? സമം 180 - 90 പറഞ്ഞാൽ 90. ഇപ്പൊ 90 പ്ലസ് എക്സ് ആയിട്ട് മാറും. 90 പ്ലസ് എക്സ് ആയിട്ട് മാറും. അപ്പൊ എന്തായിരിക്കും ഈ കോണ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. എന്തായി? 90 പ്ലസ് എക്സ് ആയിരിക്കും. അതായത് 90നേക്കാൾ കൂടുതലായിരിക്കും എന്നല്ല അതിനർത്ഥം. 90നേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും വരയ്ക്കുന്ന കോൺ വൃത്തത്തിന്റെ ഉള്ളിലാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? അത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് പുറത്താണെങ്കിലോ ഇതേപോലെ നമുക്ക് നോക്കാം. പുറത്താണെങ്കിൽ ഇതാ ഞാൻ വ്യാസം വരച്ചു, പുറത്തേക്കുള്ള കോണ് വരച്ചു, എന്ത് ചെയ്തു? ഇത് നമുക്കറിയാം എത്രയാ? 90 ഡിഗ്രി ആണെന്ന് കരുതുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇത് 90 ആണെങ്കിൽ എന്തായിരിക്കും? ഈ കോൺ 90 അല്ലേ സ്വാഭാവികമായിട്ടും, അല്ലേ? ഇത് എക്സ് ആണെന്ന് കരുതുക ഈ കോൺ. അപ്പോൾ എന്തായിരിക്കും? ഇത് 90 മൈനസ് എക്സ് ആയിരിക്കും. 90 മൈനസ് എക്സ് ആയിരിക്കും. ഈ കോൺ എത്രയായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. അതായത് ഇവിടെ എന്താ? 90 മൈനസ് എക്സ് 90നേക്കാൾ കുറവായിരിക്കും. അതായത് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നുള്ള വരയ്ക്കുന്ന വരകൾ ചേർന്നുണ്ടാകുന്ന കോൺ വൃത്തത്തിന്റെ പുറത്താണെന്ന് കരുതുക. പുറത്താണെങ്കിൽ അത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും.
അപ്പോൾ വൃത്തത്തിലാണെങ്കിൽ അത് എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിന്റെ അകത്താണെങ്കിൽ എന്തായിരിക്കും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. വൃത്തത്തിന്റെ പുറത്താണെങ്കിൽ അത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇത്രയാണ് വൃത്തവും മട്ടവും എന്നുള്ള ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച കാര്യം ഒരു വൃത്തമാണ്. വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലേക്ക് നമ്മൾ വരച്ചു. ഈ അറ്റത്തു നിന്ന് മറ്റൊന്ന്, അപ്പോൾ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടി അല്ലേ. ഇനി ഞാൻ ഇത് നേരെ തല തിരിച്ചൊന്നും ചെയ്താലോ. ഞാൻ ആദ്യം ഒരു ത്രികോണം വരച്ചു എന്ന് കരുതാം. ആ ത്രികോണം ഒരു മട്ട ത്രികോണമാണ്. ഈ കോണം മട്ടകോണമാണ്. ഈ മട്ടകോണിനെതിരെയുള്ള വശം ഞാൻ എന്ത് ചെയ്തു, വ്യാസമാക്കിയിട്ട് എന്ത് ചെയ്തു, വൃത്തം വരച്ചു. വ്യാസമായിട്ട് വൃത്തം വരച്ചു. സ്വാഭാവികമായിട്ട് അതെങ്ങനെ പോകണം, ഇത് കൂടെ പോകും. എന്താ കാരണം, നമുക്കറിയാം വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന കോണ് 90 ഡിഗ്രിയാണ്. അതേപോലെ ഈ 90 ഡിഗ്രി ആയതുകൊണ്ട് അത് ആ ബിന്ദുവിലൂടെ കടന്നു പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വൃത്തം വരച്ചു. ആ വൃത്തത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു വര വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് 90 ഡിഗ്രിയിൽ ഞാൻ അടുത്ത വര വരച്ചു. എത്രയാണ്, 90 ഡിഗ്രി. ഈ വര യോജിപ്പിച്ചത് എന്തായിരിക്കും, വൃത്തത്തിന്റെ വ്യാസമായിരിക്കും. ഇതായിരിക്കും വൃത്തത്തിന്റെ വ്യാസം. അപ്പൊ രണ്ട് രീതിയിലും പറയാം നമുക്ക് കേട്ടോ. അതായത് വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന കോണ് 90 ഡിഗ്രി ആണെന്ന് പറയുന്ന പോലെ വൃത്തത്തിന്റെ ഏതെങ്കിലും ബിന്ദുവിൽ നിന്ന് 90 ഡിഗ്രിയിൽ കോണ് വരച്ചാൽ അത് വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിലാണ് എത്തുക. അപ്പൊ നോക്കുക, ഇവിടുന്ന് ഞാൻ 90 ഡിഗ്രി വരച്ചെന്ന് വെച്ചാൽ അത് ഇവിടെ തന്നെ എത്തുള്ളൂ. ഒരു വര വരച്ചു, ഇവിടെ 90 വരച്ചാൽ കറക്റ്റ് ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലും പറയാം. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഞാനിതാ ഒരു വര വരച്ചു, അതിന് ലംബമായിട്ടൊരു വര വരച്ചു. ഞാൻ ഇത് യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു മട്ടത്രികോണം കിട്ടി. ഈ മട്ടത്രികോണിന്റെ എതിരെയുള്ള വശം വ്യാസമായിട്ട് ഞാൻ എന്ത് ചെയ്തു, വൃത്തം വരച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് ഈ 90 ഡിഗ്രിയിലൂടെ അല്ലെങ്കിൽ മട്ടകോണിലൂടെ കടന്നു പോകും. ഇപ്പൊ ഈ വശം ഉണ്ടല്ലോ, ഈ വശവും ഞാൻ ഇതേപോലെ കൊണ്ട് യോജിപ്പിച്ചു. അപ്പൊ എന്ത് കിട്ടി, അപ്പോഴും നമുക്കൊരു മട്ടത്രികോണം കിട്ടി. ഈ വശം ഞാൻ വ്യാസമായിട്ട് വരച്ചാൽ എന്ത് സംഭവിക്കുക, ഇതും എന്ത് ചെയ്യും, അതേ പോയിന്റിലൂടെ കടന്നു പോകും. ഇത് നമുക്ക് ഉപയോഗപ്പെടുത്തുക സമപാർശ്വ ത്രികോണങ്ങളിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗപ്പെടുത്തുക. സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ നോക്കുക, ഇവിടെ ഈ കോണിന്റെ ലംബ സമഭാജി അല്ലെങ്കിൽ സമഭാജി വരച്ചു, കോണിന്റെ സമഭാജി വരച്ചു. അപ്പൊ എന്തായിരിക്കും, ഇത് ഈ വശത്തിന് ലംബമായിട്ടാണ് സമഭാഗം ചെയ്യുക. അപ്പൊ ഞാൻ ഈ വശം തുല്യമായ വശങ്ങൾ ആണോ, ഈ വശം തുല്യമാണ്. ഈ തുല്യമായ വശം വ്യാസാക്കി വരച്ചാൽ എന്താ സംഭവിക്കുന്നത് നോക്കുക. തുല്യമായി വരുന്ന വശം വ്യാസമാക്കി വരച്ചാൽ ഇതിലൂടെ കടന്നു പോകും. 90 ഡിഗ്രി ആയതുകൊണ്ടാണ് അതിലൂടെ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ വശം വ്യാസമാക്കി വരച്ചപ്പോൾ അതും ഈ ബിന്ദുവിലൂടെ. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറ് സാധാരണ, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യങ്ങളുണ്ട്, സമപാർശ്വ ത്രികോണത്തിന് തുല്യമായ വശങ്ങൾ വ്യാസമാക്കി വരച്ചാൽ ഒരേ ബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് തെളിയിക്കാൻ ചോദിക്കും. അപ്പൊ എന്താണ്, സമപാർശ്വ ത്രികോണമാണ് ഇവിടെ നോക്കുക. അപ്പൊ അതിന്റെ തുല്യമായ വശങ്ങൾ ഇത് വ്യാസമാക്കി വരച്ചാൽ ഈ ബിന്ദുവിലൂടെ കടന്നു പോകും. കാരണം എന്താ, സമപാർശ്വ ത്രികോണത്തിന്റെ ഈ കോണിന്റെ സമഭാജി എപ്പോഴും വശത്തെ ലംബ സമഭാവം ചെയ്യും. ഈ കോൺ ഏതാ, തുല്യമല്ലാത്ത കോണിന്റെ സമഭാജി തുല്യമല്ലാത്ത വശത്തെ ലംബ സമഭാവം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണത് പിന്നെ ഈ ബിന്ദുവിലൂടെ കടന്നു പോകുന്നത്, 90 ഡിഗ്രി വരുന്ന ഈ ബിന്ദുവിലൂടെ കടന്നു പോകുന്നത്. ഇത് നമുക്ക് വേറെ പല ഭാഗങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ നോക്കുക, ഒരു ചതുരം നോക്കുക, ചതുരത്തിന്റെ 4 കോണുകൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വികരണം വരച്ചു. ഈ വികരണം വരച്ചിട്ട് എന്താ വെച്ചാൽ എന്താ, ഈ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണിത്. ഇത് വ്യാസമാക്കിയിട്ട് നമ്മൾ വൃത്തം വരച്ചാൽ എന്താ സംഭവിക്കുക, ഇത് ഈ ബിന്ദുവിലൂടെ കടന്നു പോകും. അതായത് 4 ബിന്ദുക്കളും കടന്നു പോകും. കാരണം എന്താ, ഈ വികരണം വ്യാസമാക്കിയിട്ട് വരച്ചുള്ള ഇതിന്റെ ഈ ഒരു കോൺ എന്താണ്, 90 ഡിഗ്രിയാണ്. അതേപോലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കോൺ എന്താണ്, 90 ഡിഗ്രി. അതുകൊണ്ട് ഈ രണ്ട് മൂലകളും കടന്നു പോകും. ഈ മൂല സ്വാഭാവികമായിട്ടും വികരണത്തിന്റെ രണ്ട് അറ്റങ്ങളായതുകൊണ്ട് അതും കടന്നു പോകും. ഇപ്പൊ ചതുരം, അത് സമചതുരം ആയാലും അങ്ങനെ തന്നെയാണ് വരിക. ഇനി വേറൊരു കാര്യം നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെ വേറെ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്,
ഇപ്പോൾ സമചതുരത്തിന്റെ വികരണങ്ങൾക്ക് ഒരു പ്രത്യേകതയാണ്. സമചതുരത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാഗം ചെയ്യാം. ലംബ സമഭാഗം ചെയ്യുമ്പോൾ എന്തായിരിക്കും? കോണക്ക് 90 ആയിരിക്കും. ഈ 90 ആണെങ്കിൽ ഈ 90-ന് എതിരെയുള്ള വശമാണിത്. ഈ വശം വ്യാസമാക്കിയിട്ട് നമ്മൾ വൃത്തം വരച്ചാൽ എന്താ സംഭവിക്കുക? ഈ വശം വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ ഇതുപോലെ ഇരിക്കും. അത് ഈ പോയിന്റിലൂടെ കടന്നു പോകാൻ എന്താ? ഇത് വ്യാസമാണ്, ഈ കോണ് 90 ഡിഗ്രിയാണ് അല്ലേ? അതേപോലെ ഈ വശം വ്യാസമാക്കിയിട്ട് വരച്ചാൽ എന്ത് ചെയ്യും? അത് ഇതേപോലെ കടന്നു പോകും. അതേപോലെ മൂന്നാമത്തെ ഈ വശം വെച്ചാലോ അതും ഇതുപോലെ പോവും. ഇനി ഈ വശം നാലാമത്തെ വശം വെച്ചാലോ അപ്പോൾ അതും കടന്നു പോകും. അപ്പം എന്താ അതിന് കാരണം? ഇത് സമചതുരത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാഗം ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ കോണുകളൊക്കെ മട്ടമായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഇതിപ്പോൾ സമചതുര പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് സമഭുജ സമാന്തരി. സമഭുജ സമാന്തരത്തിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. മാത്രമല്ല ഇവയുടെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാഗം ചെയ്യും. ലംബ സമഭാഗം ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90 ഡിഗ്രി ആയതുകൊണ്ട് എന്തായിരിക്കും? ഈ മട്ടക്കോണ് അല്ലെ, മട്ടക്കോണിന്റെ എതിരെയുള്ള വശങ്ങൾ വ്യാസമാക്കി വരച്ചെന്ന് സംഭവിക്കും. വ്യാസമായിട്ട് വരച്ചെച്ചാൽ അത് ഇതിലൂടെ കടന്നു പോകും. അത് എല്ലാ വശങ്ങൾക്കും ഇപ്പം തന്നെ ഇത് നോക്കൂ, ഇതും ഇതിലൂടെ കടന്നു പോകും. ഇതൊക്കെ ഒന്ന് വരച്ചു നോക്കണം കേട്ടോ എല്ലാവരും. ഇങ്ങനെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് വരച്ചു നോക്കണം. എങ്ങനെയാ വ്യാസമാക്കിയിട്ട് വരയ്ക്കാം? അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇത്രയും പറഞ്ഞു. എങ്ങനെയാ വ്യാസമാക്കിയിട്ട് വരയ്ക്കാം അത് നോക്കാം. വ്യാസമാക്കിയിട്ട് എങ്ങനെ വരയ്ക്കാം നോക്കാം. ഇപ്പോൾ ഇതൊരു ത്രികോണമാണ് എന്ന് കരുതുക. ഇത് വ്യാസമാക്കിയിട്ട് മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിനെതിരെയുള്ള വശം വ്യാസമാക്കിയിട്ട് നമ്മൾ വരയ്ക്കണം. ഇത് വ്യാസമാക്കേണ്ടതിൻ്റെ മധ്യബിന്ദു കിട്ടിയാലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മധ്യബിന്ദു എങ്ങനെ കിട്ടുക? ഇതിന്റെ ലംബ സമഭാജ്യം വരയ്ക്കാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുൻപത്തെ ക്ലാസ്സുകളിൽ, മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ലംബ സമഭാജി എങ്ങനെ വരയ്ക്കുക? ഇതിന്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? മേലേക്ക് ഒരു ചാവ എടുക്കുക, താഴേക്ക് ചാവ വരയ്ക്കുക. ഈ ബിന്ദുവിൽ കുത്തിയിട്ട് ഇനി എന്ത് ചെയ്യുക? ഇപ്പുറത്തെ ബിന്ദുവിൽ കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതേ കോമ്പസ് തന്നെയാണ്, പിന്നെ അളവ് വ്യത്യാസം വരുത്തരുത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ചാപത്തെ മുറിച്ചെടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അപ്പോൾ എന്തായിരിക്കും? മധ്യബിന്ദു കിട്ടും. വ്യാസത്തിന്റെ മധ്യബിന്ദു കിട്ടും. ഈ ബിന്ദു ഈ ദൂരം എന്താണ്? ആരമായിരിക്കും. ആരം കോമ്പസിൽ നമ്മൾ എടുക്കുക. കോമ്പസിൽ ഇങ്ങനെ ഈ ദൂരം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കോമ്പസിൽ ഈ ദൂരം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കുത്തിയിട്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പം അതാണ് പിന്നെ വ്യാസം എടുത്ത് വരയ്ക്കാൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിലെ കണക്കുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്ത് നോക്കാം. മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കൂടാതെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് വിളിച്ച് ചോദിക്കുക. പിന്നെ വീഡിയോസിൽ എന്തെങ്കിലും ക്ലാരിറ്റിക്ക് കുറവോ സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സൂചിപ്പിക്കുക. അത് അടുത്ത വീഡിയോകൾ ചെയ്യുമ്പോൾ അതിന് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും നന്ദി.